ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിചിത്ര മലമ്പുഴ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടത്തോരനാണ്. മുട്ടത്തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 1 കപ്പ് മുരിങ്ങയില, പിന്നെ അതിന് ആവശ്യമായ ചേരുവയാണ്. അതിൽ നമ്മൾ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ഞാൻ പൊടിച്ചു വെച്ച ജീരകം, അതൊരു 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കത് വറുക്കുന്നതിന് വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അതിനുള്ള ചേരുവ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം, അരയരുത്, ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സ്റ്റൗ കത്തിക്കാം, നമുക്ക് പാനിൽ വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാവണം. പാനിലൊന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതി, ഒരുപാട് വേണ്ട. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകും, പൊട്ടുന്നുണ്ട്, നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ട് നമുക്ക് അതിനകത്ത് ഇടാം. തീ കൂട്ടി വെക്കരുത്, സ്ലിമ്മിൽ വേണം ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. മുട്ട ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയ്ക്ക് അധികം വെന്തു പോയി കഴിഞ്ഞാൽ മുരിങ്ങയില കഴിക്കും, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മുരിങ്ങയില ഇട്ട് കൊടുത്തത്. ഇത് നമുക്ക് ഇളക്കി മാറ്റാം. ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഞാൻ എൻ്റെ മോൾക്കൊക്കെ ഇടയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ലഞ്ച് ബോക്സിൽ ഞാൻ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നന്നായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിനുള്ള കമൻറ്റ് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം.